അപ്പോൾ ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് കടയിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതായിരിക്കുന്ന തിലാപ്പിയ. അങ്ങനെ ഒരെണ്ണം മേടിച്ച് എന്തായാലും ഗ്രില്ല് ചെയ്യാമെന്ന് കരുതി. നമുക്ക് ഒരു തിലാപ്പിയ ഗ്രില്ലടിക്കാം. അപ്പം മേടിച്ച് എല്ലാം അവർ ക്ലീൻ ചെയ്ത സാധനമാണ്. പക്ഷേ അതിൻ്റെ ചിറകും വാലും എല്ലാം നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാം കൂടെ വെട്ടിക്കളയാമെന്ന് വിചാരിച്ച് എല്ലാം കൂടെ വെട്ടിയെടുത്ത് കുറച്ച് സെറ്റ് ചെയ്ത് നമുക്ക് ഗ്രില്ലടിക്കാം. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിൽ ജസ്റ്റ് നല്ല ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പം മസാലയൊക്കെ നല്ലോണം ഒന്ന് പുരണ്ട് എല്ലായിടും ഒന്ന് സെറ്റാവും. അപ്പം നല്ല മസാല പിടിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നല്ല രീതിയിൽ ഒന്ന് വരഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. ഇത് ഒന്ന് വരഞ്ഞ് വച്ചതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളക്, പിന്നെ കുരുമുളക്, പിന്നെ കുറച്ച് ജീരകം, മല്ലിപ്പൊടി, പിന്നെ കായം, ഇതെല്ലാം കൂടെ വെച്ചിട്ട് പാനിൽ ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. കരിഞ്ഞ് പോവല് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് ആ ഒരു പച്ചമണം മാറാൻ നേരത്ത് ജസ്റ്റ് നമുക്കിതെടുത്ത് ജാറിലേക്ക് നമുക്ക് മാറ്റാം. ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പുളി, പിന്നെ ആരുടെയെങ്കിലുമൊക്കെ ദേഷ്യം തീർക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നാരങ്ങ ഇങ്ങനെ എടുത്ത് ജബ ജബ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ വയ്ക്കുമ്പോഴത്തേക്കും ഒന്ന് മയമാവും. പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ആവശ്യത്തിന് നമ്മുടെ ഉപ്പും, പിന്നെ ഒരു പൊടിക്ക് ഒരു വെള്ളോളം വെള്ളം ഒഴിക്കുക. അപ്പം അതൊന്ന് നമ്മൾ ഇത് മിക്സിയിൽ വെച്ച് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്ത് ഒരു പേസ്റ്റ് പരുവാകും. ഈ ഒരു പരുവാകും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എല്ലാം മീനിൻ്റെ പുറത്ത് നമ്മൾ നല്ല രീതിയിലൊന്ന് തേച്ച് കുട്ടപ്പനാക്കി എടുക്കണം. പിന്നെ നമ്മൾ മീനിൽ തേക്കുമ്പം എല്ലാ ഭാഗത്തും തേക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഇത് കണക്ക് ചുച്ചുരു എന്ന് പറഞ്ഞ് ഇച്ചിരി ഫുഡൊക്കെ മീനിനൊക്കെ കൊടുത്ത് ഒരു സന്തോഷം. മീനിന് സന്തോഷം, നമുക്ക് സന്തോഷം. അകത്തും എല്ലാവരും നല്ലോണം ഒന്ന് പുരട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഒരു 10-20 മിനിറ്റ് മാരിനേറ്റ് ചെയ്തതിന് ഞാനിപ്പോൾ അത്രേ എടുത്തിട്ടുള്ളൂ. മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ബേക്കിങ്ങിനായിട്ട് നമുക്ക് വയ്ക്കാം ഓവനകത്ത്. എൻ്റെ ബേക്കിംഗ് പേപ്പർ ചെറുതായിട്ട് കരിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഒരു അലങ്കാരത്തിന് 2 നാരങ്ങയും കുറച്ച് മല്ലിയിലയും വെക്കണുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്ത് നമുക്ക് ഓവനകത്ത് വെച്ചിട്ട് ബൈ ഇത് വെച്ച് ഒരു സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരെയും ട്രൈ ചെയ്യുക. ഓക്കെ.